നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തിക്കാട്ടുകുളത്തിൽ മീനുകൾ വ്യാപകമായി ചത്തുപൊന്തുന്നു. അന്തിക്കാട് SI VP അരിസ്റ്റോട്ടിലിനെ സ്റ്റേഷൻ അങ്കണത്തിൽ വെച്ച് ആക്രമിച്ചു. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. വാർത്തകൾ വിശദമായി. അന്തിക്കാട് കാർത്യായനി ദേവി ക്ഷേത്രകുളത്തിൽ മീനുകൾ ചത്തുപൊന്തുന്നു. വലിയ ഇനം മീനുകളാണ് വ്യാപകമായി ചത്തുപൊന്തിയത്. ഇതുമൂലം അസഹ്യമായ ദുർഗന്ധം പരിസരത്തുണ്ട്. നിരവധി പേർ കുളിക്കാനായി ഉപയോഗിക്കുന്ന വെള്ളവും മലിനമായി തുടങ്ങി. കുളത്തിൽ പായൽ ശല്യം കുറയ്ക്കാനായി ക്ഷേത്ര സംരക്ഷണ സമിതി 10,000-ഓളം ഗ്രീൻ കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെ കുളത്തിൽ നിക്ഷേപിച്ചിരുന്നു. അനധികൃതമായി മീൻ പിടിക്കുന്നതിനെതിരെ ക്ഷേത്ര സംരക്ഷണ സമിതി മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നിട്ടും വ്യാപകമായി അനധികൃത മീൻപിടുത്തം നടക്കുന്നതായി ക്ഷേത്രം അധികൃതർ പറഞ്ഞു. കൂടാതെ മാലിന്യമുള്ള വസ്ത്രങ്ങളും മറ്റും കുളത്തിലിട്ട് വലിയ തോതിൽ അലക്കുന്നതായും പരാതിയുണ്ട്. മാലിന്യം വെള്ളത്തിൻ്റെ സമീകൃത ഘടനയിൽ വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ അധികൃതർ പരിശോധിക്കണമെന്നും നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. അതെന്തുകൊണ്ടാണ് അതിൻ്റെ ഭരണകാരണം എന്താണെന്ന് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ ഇപ്പോൾ പല ഗ്രാമങ്ങളിലും നടക്കുന്ന മാതിരിയായിട്ട് നമ്മുടെ ഈ നഞ്ഞ് കലക്കിയിട്ട് മീൻ പിടിക്കുന്ന സംവിധാനമുണ്ട്. അതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും വല്ല ഷോക്കടിപ്പിച്ചിട്ട് കൊല്ലുന്നതാണോ അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ മീനുകളെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ഈ ക്ഷേത്രക്കുളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലും പായലും വളരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് 10,000-ഓളം വരുന്ന ഗ്രാസ് കാർപ്പ് ഇനത്തിൽപ്പെട്ട മീനുകളെ ഈ കുളത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. ആ മീനുകൾ ഏകദേശം 7 മുതൽ 10 കിലോ വരെ തൂക്കമുള്ള മീനുകൾ ഈ കുളത്തിലുണ്ട്. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ഈ ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഈ മീനുകൾക്ക് വളരാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള pH-ൻ്റെ മാലിന്യം, മീൻ വളരാനായിട്ട് pH-ൻ്റെ അളവ് കൂടുതലായി മീനിൽ ചാവുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അതും വിഷയമായിട്ട് വന്നേക്കാൻ തോന്നുന്നു. കാരണം ഈ അടുത്ത കാലത്തായിട്ട് കുളത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കഴുകുന്ന, അതായത് ഒരുപാട് വൃത്തികെട്ട തുണികൾ കൊണ്ടുവന്ന് പല ആളുകളും പേരെടുത്ത് പറയുന്നില്ല കഴുകുന്നൊരവസ്ഥ ഉണ്ട്. അന്തിക്കാട് SI VP അരിസ്റ്റോട്ടിലിന് നേരെ ആക്രമണം. അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി തറയിൽ അഖിലാണ് സ്റ്റേഷനിൽ കയറി SIയെ ആക്രമിച്ചത്. മൂക്കിന് ഗുരുതര പരിക്കേറ്റ SI ആലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തിങ്കളാഴ്ച വൈകിട്ട് 6:15-ഓടെയാണ് സംഭവമുണ്ടായത്. വാഹനാപകടവുമായി ബന്ധപ്പെട്ട് അഖിലിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇയാളുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ SIയെ ആക്രമിക്കുകയായിരുന്നുവെന്നും പറയുന്നു. സ്റ്റേഷനിലെ CPO വിനോദിനും മർദ്ദനമേറ്റിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫിനെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു വിഷയത്തിൽ ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവമുണ്ടായത്. സെറിബ്രൽ പാൾസി ബാധിച്ച മകളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകാനായി സ്കൂളിൽ നിന്നെടുക്കാൻ വന്ന പിതാവ് മകളെ ക്ലാസ് മുറിയിൽ കണ്ടില്ല. ഈ സമയം മറ്റു കുട്ടികളെല്ലാം താഴെയുള്ള IT ക്ലാസ്സിൽ പോയിരിക്കുകയായിരുന്നു. അന്വേഷിച്ച് ഒടുവിലാണ് മകളെ മുറിയിൽ ഒറ്റയ്ക്ക് പൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. ആ സമയം മകൾ ഭയചകിതയായി മുറിയുടെ വാതിൽ ഇടിക്കുകയായിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. ഭയന്ന മകളെ ആശ്വസിപ്പിച്ച് സ്കൂൾ അധികൃതരെ കണ്ട് വിവരം പറയാമെന്ന് കരുതി അന്വേഷിച്ചെങ്കിലും ആരും പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് പിതാവ് പറഞ്ഞു. മാതാപിതാക്കളുടെ പരാതിയിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളിലെത്തി അന്വേഷണം നടത്തി. കുട്ടിയെ 40 മിനിറ്റ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടതായി മനസ്സിലാക്കിയെന്നും IT ക്ലാസ്സിൽ സ്കൂൾ മാനേജർ ക്രമവിരുദ്ധമായി അധ്യാപികയെ നിയമിച്ചതായി കണ്ടെത്തിയെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ പറഞ്ഞു. വിഷയത്തിൽ തുടർ അന്വേഷണം ഉണ്ടാകും. സംഭവ ദിവസം ക്ലാസ് ടീച്ചർ അവധിയായതിനാൽ അവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും അവർക്കെതിരെ വ്യാപക പരാതിയുള്ളതിനാൽ തുടരന്വേഷണത്തിൽ ഇവരെ ഉൾപ്പെടുത്തുമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നാട്ടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു.
നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് PR രഘുനാഥ് മാസ്റ്റർ അധ്യക്ഷനായി. വാർദ്ധക്യത്തിലെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ തളിക്കുളം ആയുർ ഡെർമ ആയുർവേദ ക്ലിനിക്കിലെ യുവ ആയുർവേദ ഡോക്ടർ ഫെമിദ ഷെറിൻ ആരോഗ്യ ക്ലാസ് എടുത്തു. മുതിർന്ന അംഗങ്ങളെ സ്നേഹോപഹാരങ്ങൾ നൽകി ജില്ലാ കമ്മിറ്റി അംഗം KK ധർമ്മപാലൻ മാസ്റ്റർ ആദരിച്ചു. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന സർവീസ് പെൻഷൻകാർ അല്ലാത്ത 2 പേർക്ക് സാമ്പത്തിക സഹായം ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ് വിതരണം ചെയ്തു. ഈ വർഷം മികച്ച കർഷകരായി നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുത്ത KSSPU നാട്ടിക യൂണിറ്റ് അംഗമായ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, PR ഗിരിജ ടീച്ചർ, കല്യാണി സദാനന്ദൻ എന്നിവരെ രജനി ബാബു പൊന്നാടയണിയിച്ച് ആദരിച്ചു. NK കൗസല്യ ടീച്ചർ, A നന്ദിനി ടീച്ചർ, NAP സുരേഷ് കുമാർ, NK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. വിശ്വംഭരൻ കുന്നത്ത്, KA ശിവാനന്ദൻ, TJ സുമന ടീച്ചർ, K രാധ ടീച്ചർ, KV വിജയൻ, VC രാമനാഥൻ, KK മോഹനൻ, KR സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഞങ്ങളുടെ കാര്യങ്ങൾ, ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു സംസ്ഥാനമാണ് കേരളം എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് അംഗീകരിക്കുന്ന ഒരു രീതിയുമാണ് കേരളത്തിലെ വയോജനങ്ങൾക്കുള്ളത്. ഇവിടെ മാഷ് പറഞ്ഞു, പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടുന്നില്ല എന്നും മാഷോടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജപ്തി വിരുദ്ധ ജനകീയ സമിതി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജപ്തി നടപടികൾ നിർത്തിവെക്കുക, സർഫേസി നിയമം റദ്ദു ചെയ്യുക, പാർപ്പിടം ഭരണഘടനാവകാശം അത് ജപ്തി ചെയ്യരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജപ്തി വിരുദ്ധ ജനകീയ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ഫർക്ക റൂറൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വലപ്പാട് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കവയത്രിയും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ബൽക്കീസ് ബാനു ഉദ്ഘാടനം ചെയ്തു. ദരിദ്രരും ആലംബഹീനരുമായ ജനങ്ങളെ തെരുവാധാരമാക്കുന്നതല്ല, മറിച്ചവർക്ക് പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, തൊഴിൽ തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുമ്പോഴാണ് ആ സർക്കാർ വികസിച്ചുവെന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. പാവപ്പെട്ട കുടുംബങ്ങളെ ജപ്തിക്കിരയാക്കി അവരെ വഴിയാധാരമാക്കുന്ന ജനദ്രോഹ നടപടികളിൽ നിന്ന് ബാങ്കുകൾ പിന്മാറേണ്ടത് അനിവാര്യമാണെന്നും സമ്പന്നരുടെ മാത്രമല്ല പാവപ്പെട്ടവരുടെയും വായ്പകൾ കൂടി എഴുതിത്തള്ളുന്നതിന് ബാങ്കുകൾ തയ്യാറാകണമെന്നും അവർ കൂട്ടിച്ചേർത്തു. സമിതി കൺവീനർ MA ലക്ഷ്മണൻ അധ്യക്ഷനായി. PC അജിയൻ, ദിശ സംസ്ഥാന ജനറൽ സെക്രട്ടറി S കുമാർ അന്തിക്കാട്, സരസ്വതി വലപ്പാട്, ജപ്തി വിരുദ്ധ ജനകീയ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VC വത്സൻ, സമിതി ജില്ലാ കമ്മിറ്റി മെമ്പർ സുബ്രൻ ഏങ്ങണ്ടിയൂർ, ദിശ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് വലപ്പാട്, ജില്ലാ പ്രസിഡന്റ് പ്രസാദ് അന്തിക്കാട്, ജില്ലാ സെക്രട്ടറി റിനീഷ് വലപ്പാട്, രാജു കഴിമ്പ്രം, സമിതി പ്രവർത്തകരായ നീതു അനിൽ തളിക്കുളം, ശൈലജ പെരുമ്പിളിശ്ശേരി എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി തൃപ്പയാർ കേരള ബാങ്ക് പരിസരത്ത് നിന്ന് പ്രകടനവും ഉണ്ടായിരുന്നു. ഷാജു കണക്കന്തറ, രതീഷ് പടിയത്ത്, ലോകേഷ് തളിക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് വയോജന ദിനാചരണം നടത്തി. പൈച്ചോട് രജത ജൂബിലി പെൻഷൻ ഭവനിൽ നടന്ന ചടങ്ങ് KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MV രാധാകൃഷ്ണൻ അധ്യക്ഷനായി. 80 വയസ്സ് കഴിഞ്ഞ അംഗങ്ങളെ രക്ഷാധികാരി VRC ദാസ് ആദരിച്ചു. ഡോക്ടർ MB മഞ്ജുഹാസൻ ആരോഗ്യ ക്ലാസ് എടുത്തു. യൂണിറ്റ് സെക്രട്ടറി NR പ്രകാശൻ, ജോയിന്റ് സെക്രട്ടറി PA ജോസഫ്, PA മേരി എന്നിവർ സംസാരിച്ചു. വയോജന ക്ഷേമ കമ്മീഷൻ എവിടെ എന്ന ചോദ്യവുമായി ഒരു തീരുമാനങ്ങൾ അത് എഴുതി വെച്ചു. അപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ഗവൺമെൻറ് ഇവിടെ വയോജന ക്ഷേമ കമ്മീഷൻ അംഗീകരിച്ചുവെങ്കിലും അത് നിയമമായി നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ കഴിഞ്ഞ 2 നിയമസഭാ സമ്മേളനങ്ങളിലും ഈ വയോജന ക്ഷേമ കമ്മീഷൻ അവിടെ വെച്ച് അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. ജനപക്ഷ നിലപാടുകളാൽ കേരളീയ മനസ്സുകൾ കീഴടക്കിയ മഹാവ്യക്തിപ്രഭാവമായിരുന്നു CH മുഹമ്മദ് കോയ എന്ന് പ്രമുഖ പണ്ഡിതൻ അൻവർ മുഹിയുദ്ദീൻ ഹുദവി അഭിപ്രായപ്പെട്ടു. CHന്റെ ചരമദിനത്തിൽ മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി CS സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു ഹുദവി. ദർശനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. CH മുഹമ്മദ് കോയ എന്താണ് ഈ സമൂഹത്തിന് നൽകിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും
മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്താണ് ഈ രാജ്യത്തിന്, സമൂഹത്തിന്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ഏറെക്കുറെ ഒന്നാണ്. 1948 ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ ശേഷം 4 കോടി മുസ്ലിങ്ങളാണ് ഏകദേശം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നത്. വിഭജനാനന്തരം ന്യൂനപക്ഷങ്ങൾ വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് KA കബീർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി, CK ഷാജി, KK സിദ്ദിഖ്, PH മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ 2ാം ചരമവാർഷിക ദിനം CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. സുരേഷ് മീത്തിൽ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. CM നിസാർ, ശാന്തി ബാസി, ഷൈന മുഹമ്മദ്, AS സബിത്, TN ഉദയകുമാർ, സുലേഖ ജമാൽ, ഷൈജ ഉദയകുമാർ, AA യൂസഫ്, TN നൂറുദ്ദീൻ, ഗിരീഷ് മാത്തുകാട്ടിൽ, ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താന്യം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം യാറത്തിങ്കൽ പള്ളി മദ്രസ ഹാളിൽ വെച്ച് നടന്നു. KSSPU പ്രസിഡന്റ് P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ആക്ടിംഗ് പ്രസിഡന്റ് TB രാമചന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ 75 വയസ്സ് കഴിഞ്ഞവരെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PR സിദ്ധാർത്ഥൻ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം NK സുധീരൻ, KSSPU അന്തിക്കാട് ബ്ലോക്ക് സെക്രട്ടറി TK പീതാംബരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ TK രാധാമണി, EV ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ KP ദിനേശൻ, യൂണിറ്റ് സാംസ്കാരിക വേദി കൺവീനർ M സതീദേവി, യൂണിറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ PN, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉഷ എന്നിവർ സംസാരിച്ചു. എല്ലാ മനുഷ്യർക്കും ഒറ്റയ്ക്കിരിക്കാനുള്ള, കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അവിടെ ആ സമയത്ത് ഇരുന്നു കൊണ്ട് അവനവൻ്റെ ജീവിതത്തെ കുറിച്ചോ മറ്റെന്തിനെങ്കിലും കുറിച്ചോ ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ നല്ല പോലെ ഹരിതാഭമായിട്ടുള്ളൊരു മരമോ അല്ലെങ്കിൽ തുമ്പിയോ ഒരു പൂമ്പാറ്റയോ ഒരു കിളിയോ ഏതെങ്കിലും പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സെൻസുള്ള ആളാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ പ്രകൃതിയിലേക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പോലെ. പൂജവെപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ 11 അവധി നൽകും. ഉത്തരവ് ഉടൻ ഇറക്കും. സാധാരണഗതിയിൽ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നത്. ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന 10 വൈകിട്ടാണ് പൂജവെപ്പ്. ഈ സാഹചര്യത്തിൽ 11 അവധി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ NTU മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. സർക്കാർ കലണ്ടറിൽ ഒക്ടോബർ 10 പൂജവെപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ.
പുതുപുടവകൾ അർച്ചന സിൽക്സ് നിറയെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മണലൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ജോൺസൺ മാസ്റ്റർ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജോസ് മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കൊച്ചത്ത്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ സുധീരൻ മാസ്റ്റർ, ശ്യാമള ദേവി ടീച്ചർ, ബ്ലോക്ക് ട്രഷറർ ഗോപാലകൃഷ്ണൻ, യൂണിറ്റ് ട്രഷറർ വി ദിവാകരൻ, ജി ശശിധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 75 വയസ്സ് പിന്നിട്ട യൂണിയൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. 75 കൂടി ഒരു 30% വരുന്ന വയോജനങ്ങൾ ആകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വയോജനങ്ങളാകുന്നൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടൊന്നുമില്ല. ഓരോ വർഷം ചെല്ലും തോറും ഓരോരുത്തർക്കും ഓരോ വയസ്സ് തികയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ മാഷ് സൂചിപ്പിച്ച പോലെ 105 അല്ല, അതിൻ്റെ അപ്പുറത്തും വരുന്ന 111, 15 ഒക്കെ നമ്മുടെ കേരളത്തിൽ മരിക്കുന്ന ആ രീതിയിലുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മുതലാളിത്ത രാജ്യങ്ങളിൽ അവരുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനത്തിലുള്ള ജീവിത സംവിധാനങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിത അല്ലെങ്കിൽ അവരുടെ ദീർഘകാലത്തെ അവരുടെ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ അവരത്രയും ചിട്ടയോട് കൂടിയുള്ള അത്തരം കാര്യങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ്. അതുപോലെ ഒട്ടും വ്യത്യസ്തമല്ലാത്ത രീതിയിലുള്ള നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ഇടയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. തിരുനബിയോടുള്ള വിശ്വാസികളുടെ പ്രണയത്തെ യുക്തിചിന്തകൾ കൊണ്ട് അളക്കാൻ കഴിയുന്നതല്ലെന്നും അത് വിശ്വാസി ഹൃദയങ്ങളുടെ സ്പന്ദനമാണെന്നും പ്രമുഖ പണ്ഡിതൻ ഷാക്കിർ ഫൈസി വഴിക്കടവ് അഭിപ്രായപ്പെട്ടു. വാടാനപ്പള്ളി റേഞ്ച് സംഘടിപ്പിച്ച പ്രവാചക പ്രകീർത്തന സദസ്സ് സ്നേഹവസന്തം പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വാടാനപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് കെ അബ്ദുൽ കരീം ദാരിമി അധ്യക്ഷനായി. മഹല്ല് മുദരീസ് മുഹമ്മദ് അബ്ദുള്ള സ്വാബിരി ഫൈസി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് മാനേജ്മെന്റ് സെക്രട്ടറി VM സുധീർ, റേഞ്ച് ചെയർമാൻ എ ജാഫർ മാസ്റ്റർ, സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഫൈസി, ട്രഷറർ AM മുഹമ്മദ്, ഭാരവാഹികളായ NVK മുഹമ്മദ് ഫൈസി, അബ്ദുൾ ജലീൽ അഷ്റഫി, മുഹമ്മദ് മുസ്തഫ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ മണലൂർ മേഖലാ കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി സഖാവ് പുഷ്പൻ അനുസ്മരണം നടത്തി. ഡിവൈഎഫ്ഐ മണലൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് നിവിൻ മനോഹരൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി മെമ്പർ VN സുർജിത്ത്, ബ്ലോക്ക് പ്രസിഡന്റ് കെ സച്ചിൻ, CPI സംസ്ഥാന കൗൺസിൽ മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, CG മോഹൻദാസ്, PK അരവിന്ദൻ, സെക്രട്ടറി VG രാധാകൃഷ്ണൻ, സെക്രട്ടറി രാജേഷ് തെക്കേപുരയ്ക്കൽ, KA അജീഷ്, അരുൺ ആനന്ദ് എന്നിവർ സംസാരിച്ചു. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവം ഒക്ടോബർ 3 ആരംഭിക്കും. 400-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കും. വൈകിട്ട് 6:30 ഉദ്ഘാടനം, തിരുവാതിരക്കളി, നൃത്താർച്ചന. എല്ലാ ദിവസവും രാവിലെ 5:30 ദേവി ഭാഗവത പാരായണം, 7 സോപാന സംഗീതം, സംഗീതാർച്ചന. വൈകിട്ട് 6:30 തിരുവാതിരക്കളി, നൃത്താർച്ചന എന്നിവ നടക്കും. 10 വൈകിട്ട് പൂജവെപ്പ് നടക്കും. 11 ദുർഗാഷ്ടമി ദിനത്തിൽ സരസ്വതി പൂജ. വൈകിട്ട് 6:30 മുതൽ ഭക്തിഗാനമേള. 12 മഹാനവമി ദിനത്തിൽ വൈകിട്ട് അഷ്ടലക്ഷ്മി പൂജ. വിജയദശമി ദിനത്തിൽ രാവിലെ 7 സോപാന സംഗീതം, പഞ്ചരത്ന കീർത്തനാലാപനം, പാഞ്ചാരിമേളം, അരങ്ങേറ്റം. 9:30 എഴുത്തിനിരുത്തൽ എന്നിവ നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികളായ സെക്രട്ടറി KR വൈശാഖ്, കൺവീനർ ഗോപി അറയ്ക്കൽ, K കൃഷ്ണകുമാർ, ശിവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി തളിക്കുളം സ്നേഹസ്വാന്തനം ബഡ്സ് സ്കൂളിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ചും സർക്കാർ ഇതര പദ്ധതികളെക്കുറിച്ചും DLSA പാനൽ വക്കീൽ ഡെസ്റ്റിൻ ജോ ക്ലാസ് എടുത്തു. ബഡ്സ് സ്കൂൾ ടീച്ചർ റിയ ചീരൻ അധ്യക്ഷയായി.
ശ്രീദേവി ടീച്ചർ, പാരാലീഗൽ വളണ്ടിയർ സന്ധ്യ MS എന്നിവർ നേതൃത്വം നൽകി. ഐക്യൂന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ 85 to 114 ആണ് നോർമൽ റേഞ്ച്. നമുക്കൊക്കെ ഒരു 114 ഉള്ളിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ സ്റ്റീഫൻ ഹോക്കിൻസിന് 160 ആയിരുന്നു. അതായത് ഐൻസ്റ്റീന് തുല്യം. ഐൻസ്റ്റീൻ 160 ആയിരുന്നു. അപ്പം ഐൻസ്റ്റീന് തുല്യമായ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള സ്റ്റീഫൻ ഹോക്കിൻസ് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിന്റെ വകഭേദമായ ഒരു സ്ക്ലിറോസിസ് രോഗത്തിന് അടിമയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 10-15 കൊല്ലം ജീവിക്കുള്ളൂ എന്നാണ് അന്നത്തെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷേ അദ്ദേഹം എല്ലാ കിട്ടാവുന്നതിലപ്പുറം കാര്യങ്ങളിലേക്ക് അന്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചികിത്സകൾ നേടി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വയോജന സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ആസ്വദിക്കാം വാർദ്ധക്യം എന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്കാരൻ്റെ ശരാശരി പ്രായം, ജീവിത ദൈർഘ്യം അന്ന് പഠിച്ചിട്ടുള്ളത് 46 വയസ്സാണ്. ശരാശരി 46 വയസ്സാകുമ്പോൾ അമ്മ മരിക്കും. അതായിരുന്നു അന്നത്തെ സ്കൂളിൽ ഞാൻ പഠിച്ചതാ. ഇപ്പോഴോ അതിൻ്റെ ഇരട്ടി 80 ആയി. അപ്പോൾ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല ടീച്ചർ ബഗീഷ് പൂരാടൻ, വാർഡ് മെമ്പർ അനിൽകുമാർ, സിംഗ് വാലത്ത്, വിനയ് പ്രസാദ്, സന്ധ്യ മനോഹരൻ, ജീജ രാധാകൃഷ്ണൻ, സുമന ജോഷി, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി പകൽ വീട് പണിയുന്നതിന് 5 സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി അനുവദിച്ച ബാലൻ ഇത്തിക്കാട്ടിനെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദിനെയും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരിലെ ഏറ്റവും പ്രായമുള്ള നളിനി കൊല്ലശ്ശേരി, ഗംഗാധരൻ വെങ്ങാലി എന്നിവരെയും ആദരിച്ചു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി ഗ്രൂപ്പ് കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ബിനു കാളിയാടൻ ക്ലാസ് എടുത്തു. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ച് ബിരിയാണി ചലഞ്ച് നടത്തി. റിട്ടയർഡ് RTOയും ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ച് രക്ഷാധികാരിയുമായ TK ഷൺമുഖൻ വൈസ് പ്രസിഡന്റ് P മാധവ് മേനോന് ബിരിയാണി നൽകി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് P വിനു അധ്യക്ഷയായി. സെക്രട്ടറി സന്തോഷ് മാടക്കായി, ട്രഷറർ V ഗോപാലകൃഷ്ണൻ, കൺവീനർ PR പ്രേംലാൽ, ജില്ലാ പ്രതിനിധി MK ബഷീർ എന്നിവർ സംസാരിച്ചു. ബിരിയാണി ചലഞ്ചിൽ സഹകരിച്ച് പഴുവിൽ റോളക്സ് കാറ്ററിംഗ് ഉടമയും ആക്ട്സ് മെമ്പറുമായ മുഹമ്മദ് ഫാറൂഖിനും പാചക സൗകര്യമൊരുക്കിയ തൃപ്രയാർ സെഞ്ചുറി പ്ലാസയ്ക്കും ജാസ് ക്ലബ് തൃപ്രയാറിനും ആക്ട്സ് യൂത്ത് അംഗങ്ങൾക്കും കൺവീനർ പ്രേംലാൽ നന്ദി അറിയിച്ചു. ആംബുലൻസ് സർവീസ് നടത്തുന്ന ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിൻ്റെ ബിരിയാണി ചലഞ്ച് എന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിന് എല്ലാ അംഗങ്ങളും നേരിട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്നു. നിഷ്കാമ കർമ്മം നടത്തുന്നൊരു സംഘടനയാണ് ആക്ട്സ് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ തൃപ്രയാർ ബ്രാഞ്ചിൽ നല്ലവരായ മനസ്സുകളുടെ സഹായത്താലാണ് നമ്മൾ ഇത്ര നാൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ടെസ്റ്റ് വർക്കിന് വേണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അത് ഇറക്കാനും കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു ആശയമാണ് ഒരു ബിരിയാണി ചാലഞ്ച് നടത്തുക എന്നുള്ളത്. ഇടച്ചേരി CSM സെൻട്രൽ സ്കൂളിൽ നിന്നും ഒക്ടോബർ 7 മുതൽ വാരാണസിയിൽ നടക്കുന്ന നാഷണൽ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക പ്രതിഭകൾക്ക് അനുമോദന യാത്രയപ്പ് യോഗവും PTA ഉപഹാരമായ സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തും. അണ്ടർ 19 വിഭാഗത്തിലായി 100-200 മീറ്റർ ഓട്ടത്തിൽ ഗോൾഡ് മെഡൽ നേടിയ അബിയ PN, 200-400 മീറ്റർ ഓട്ടത്തിലും റിലേയിലും ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് സാദ്, 800 മീറ്ററിലും റിലേയിലും ഗോൾഡ് മെഡൽ നേടിയ ആദിൽ യൂസഫ്, 5000 മീറ്ററിൽ ഗോൾഡും 1500 മീറ്ററിൽ സിൽവറും റിലേയിൽ ഗോൾഡും നേടിയ മുഹമ്മദ് തൻവീർ, ഗോൾഡ് മെഡൽ നേടിയ റിലേ ടീം അംഗങ്ങളായ മുഹമ്മദ് റിഷാൻ, റസൽ ഫൈസൽ എന്നിവരാണ് നാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്നത്. വൈസ് പ്രിൻസിപ്പാൾ നദീറ ജാബിറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ PTA നൽകുന്ന സ്പോർട്സ് കിറ്റ് PTA പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി സമ്മാനിച്ചു. സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇർഷാദ് ചേറ്റുവ എന്നിവർ സംസാരിച്ചു. ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഇത്ര വലിയ നേട്ടം നേടിയ നമ്മുടെ നമ്മുടെ ഹീറോകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിജയം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നാളെയുടെ ഇന്ത്യയുടെ പ്രതീക്ഷകളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.
ഇവിടെ നിന്ന് പോയ ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിനൊക്കെ വേണ്ടിയിട്ട് മത്സരിച്ച് സംസ്ഥാന ടീമിലൊക്കെ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് ഉയർന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന്. കീഴ്പള്ളിക്കര നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കവിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മ വീടിൻ്റെ ഏകാംഗ നാടകം അവതരിപ്പിച്ചു. പാട്ടും പറച്ചിലും എന്ന പരിപാടി മകളായ ആമിയോടൊപ്പം അവതരിപ്പിച്ച അദ്ദേഹം അതിനുശേഷം ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി പുത്തൻ നാടക പരീക്ഷണമായ ഏകാംഗ നാടകം അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ സുഗന്ധി, ഹെഡ്മിസ്ട്രസ് സീനത്ത്, PTA പ്രസിഡന്റ് അബ്ദുൾ അസീസ്, അധ്യാപകർ, PTA പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. കാണിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ പുലി മാനോടല്ല സ്നേഹം കാണിക്കുന്നത്. ആരോടാണ് മക്കളെ? അമ്മ മക്കളോട് കാണിക്കുന്ന സ്നേഹമാണ്. അല്ലാണ്ട് പുലി മാനോടല്ല സ്നേഹം കാണിക്കുന്നത്. ഇതെന്താണ്? പ്രകൃതി നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, വാത്സല്യത്തിന്റെ ഹോർമോൺ ഉണ്ട്. ഈ സാധനത്തെ തകരാറിലാക്കാൻ എന്തിനെ കൊണ്ട് പറ്റും? മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോട് പറ്റും. എന്ന് പറഞ്ഞാല് ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുന്ന സാധനത്തിന്റെ പേരാണ് മദ്യം, മയക്കുമരുന്ന്. ഇതിനോട് ജീവിതത്തിലുടനീളം നോ എന്ന് പറയാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിതം കുറെ കൂടി സന്തോഷമായിട്ട്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിൽ ഇഗ്ന ഫെസ്റ്റ് 2024 ബാലകലോത്സവം നടന്നു. തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരാളെ പങ്കെടുക്കുന്നുള്ളൂ. നിങ്ങളുടെ ഒപ്പം തന്നെ ഞാനും ഇവിടെ ഓട്ടം തുള്ളൽ അവതരിപ്പിക്കുകയാണ്. ഞാനും ഈ കലോത്സവത്തിൽ പങ്കാളിയാവാൻ പോവുകയാണ്. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ അതൊരു ഭാഗ്യല്ലേ? ഈ പ്രായത്തിലും ഒരു സ്കൂൾ കലോത്സവത്തിൽ ഈ പ്രായത്തിലുള്ളവർക്ക് പങ്കെടുക്കാൻ രാകേഷ് മാഷ്ക്ക് പറ്റുമോ? പറ്റില്ലല്ലേ? അല്ല, നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഇതിലേക്ക് പറ്റുമോ? പാട്ടുപാടി കൊടുക്കാൻ ടീച്ചർമാർക്കൊക്കെ. പക്ഷെ കലോത്സവത്തില് ഞാനും കൂടി പങ്കെടുക്കണം. അപ്പൊ ആ ദിവസം തെരഞ്ഞെടുത്തതിന് പ്രത്യേകിച്ച് ഈ ലോക വയോജന ദിനത്തിൽ തന്നെ ഒരു വയോജനമായ എന്നെ ചാടിക്കാനായിട്ട് നിങ്ങളെടുത്ത ആ എഫർട്ടിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ഉണ്ണിമായ കണ്ണൻ, വൈസ് പ്രസിഡന്റ് റിനി റെജി, ബെറ്റി ടീച്ചർ, CC ടീച്ചർ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗോപിനാഥ് കുട്ടികൾക്കായി തുള്ളൽ പകർന്നാട്ടം അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. വാടാനപ്പള്ളി തളിക്കുളം അശ്വതി ഭരണി ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും അമൃതബോധിനി ക്ഷേമസഭയുടെയും പുതിയതായി നിർമ്മിച്ച ഓഫീസ് തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ഉദ്ഘാടനം ചെയ്തു. ഈ കെട്ടിടം കൂടുതൽ സമൃദ്ധിയിലേക്ക് നയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ I have come to know from the President Ulsav Ghosh Committee that the organization is working for community welfare, girl child marriage support, Vidyabhyasam Pintuna, പിന്നെ ആശുപത്രി പിന്തുണ, ഒരുപാട് കാര്യം ഈ കമ്മിറ്റി എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുകയാണ്. So my congratulations to all of you for the new office building, and all the congratulations to all the societies and all the organizations involved. It's a very good achievement. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഷിനോദ് കുട്ടൻപാറൻ അധ്യക്ഷനായി. കാലടി ശങ്കരാചാര്യ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, മുൻ MP TN പ്രതാപൻ, ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ V ദിനകരൻ, പഞ്ചായത്ത് അംഗം സുലൈഖ ജമാൽ, വാടാനപ്പള്ളി ശങ്കരമംഗലം ദേവസ്വം ചെയർമാൻ മധുസൂദനൻ പള്ളിയാന, KA തിലകൻ, സാമി പട്ടുരുപുരയ്ക്കൽ, മോഹൻദാസ് ഇത്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു.
ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വൈമാൾ തൃപ്രയാർ നാട്ടിക തീരപ്രദേശത്തെ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. ഒക്ടോബർ 1 നടന്ന മിഷൻ ഫോർ ബ്ലൂ, വിഷൻ ഫോർ ഗ്രീൻ എന്നീ പരിപാടി ഗാന്ധിയൻ തത്വങ്ങളെ ആദരിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തെയും ശുചിത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KR ദാസൻ അധ്യക്ഷനായി. മാൾ മാനേജർ മെവിൻ സേവിയർ, സെക്യൂരിറ്റി മാനേജർ വിജയൻ, ചീഫ് എഞ്ചിനീയർ അനീഷ്, ഫിനാൻസ് മാനേജർ മുഹമ്മദ് താഹിർ, ഫ്ലോർ മാനേജർ വിനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ വൈമാൾ ജീവനക്കാർ കടൽ തീരം ശുചീകരിച്ചു. നാട്ടിക പഞ്ചായത്ത് ഏതാണ്ട് ഒരു മാസം 40,000 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് കയറ്റി അയക്കുന്നത്. 40,000 ടൺ. അതൊക്കെ ഒരു കാലത്ത് ഒരു 3-5 അല്ലെങ്കിൽ 5-6 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് ഇട്ട് കത്തിച്ച് കളഞ്ഞിരുന്ന സംഭവങ്ങളാണ്. അതെല്ലാം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി അത് ശേഖരിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ തീരദേശത്ത് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് കടലിലാണ്. അതുകൊണ്ട് തന്നെ മത്സ്യസമ്പത്തിന് വൻ നാശമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ക്രമാതീതമായിട്ട് മത്സ്യം കഴിക്കുന്നവർക്ക് പോലും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് തന്നെ ക്യാൻസർ മറ്റുള്ള മഹാമാരി രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇതിനൊക്കെ ഒരു ബദൽ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാ ജനങ്ങളും അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റേ പണക്കാരനൊന്നോ പാവപ്പെട്ടവനൊന്നോ ഒരു ചിന്തയില്ലാണ്ട് നമ്മുടെ മണ്ണിനെയും അതുപോലെ തന്നെ പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന ഉത്തമമായൊരു ലക്ഷ്യത്തിന് ഇറങ്ങിയിട്ടുള്ളവരാണ് എല്ലാവരും. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തിക്കാട്ടുകുളത്തിൽ മീനുകൾ വ്യാപകമായി ചത്തുപൊന്തുന്നു. അന്തിക്കാട് SI VP അരിസ്റ്റോട്ടിലിനെ സ്റ്റേഷൻ അങ്കണത്തിൽ വെച്ച് ആക്രമിച്ചു. സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.